1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ അനാദിയായ പദ്ധതിയെ വെളിപ്പെടുത്തുന്നു. ദൈവം ഒരു രഹസ്യം കരുതി വച്ചിട്ടുണ്ടെന്നും അത് ഭാവിയിൽ വെളിപ്പെടുമെന്നും പഴയ നിയമം സൂചിപ്പിക്കുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ അറിയിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള ഭാഗത്ത് ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ജ്ഞാനത്തെക്കുറിച്ച് അഥവാ യേശുക്രിസ്തുവിൻ്റെ നിഴലായി വിവരിക്കുന്ന വർണ്ണന കാണാനായിട്ട് കഴിയും. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ആരംഭത്തിൽ തന്നെ അന്തത്തെ പ്രസ്താവിക്കുന്നവൻ എന്ന് കാണാനായിട്ട് കഴിയും. ചരിത്രം തുടങ്ങുന്നതിന് മുൻപേ ദൈവം രക്ഷാകരമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന സത്യം ഇവിടെ നമുക്ക് കാണാം. വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വചനം ഇവിടെ എഴുതുവാൻ കാരണം എന്താണ്? കൊരിന്തിലെ ജ്ഞാനികൾ തങ്ങളുടെ ലൗകിക ജ്ഞാനത്തിൽ അഭിമാനിച്ചിരുന്നു. എന്നാൽ അവരുടെ ബുദ്ധിക്ക് അപ്രാപ്യമായ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം രഹസ്യമായി വെച്ച ഒരു ദിവ്യ ജ്ഞാനം ഉണ്ടെന്ന് വിശുദ്ധ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്നത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല, മറിച്ച് മനുഷ്യൻ്റെ മഹിമയ്ക്കായി ദൈവം കരുതി വച്ച പൗരാണികവും ആഴമേറിയതുമായ പദ്ധതിയാണ് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1. നമ്മുടെ രക്ഷ ആകസ്മികമല്ല. ലോക സൃഷ്ടിക്ക് മുൻപേ ദൈവം നമ്മെ മഹത്വത്തിനായി തിരഞ്ഞെടുത്തു. 2. മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിനെ രഹസ്യം എന്ന് വിളിക്കുന്നത്. ഇത് ദൈവം സ്വയം വെളിപ്പെടുത്തിയാൽ മാത്രമേ മനസ്സിലാകൂ. 3. ഈ രഹസ്യത്തിൻ്റെ അഥവാ സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം വിശ്വസിക്കുന്നവരെ ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് അഥവാ മഹത്വത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. ലോകത്തിലെ ജ്ഞാനത്തെക്കാൾ എത്രയോ ഉന്നതമാണ് ദൈവത്തിൻ്റെ അനാദിയായ പദ്ധതി. നമ്മുടെ രക്ഷയ്ക്കായി ദൈവം യുഗങ്ങൾക്ക് മുൻപേ നിശ്ചയിച്ച സ്നേഹ രഹസ്യമാണ് ക്രിസ്തു. ഈ ക്രിസ്തുവിനെ കൈവരിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വചനത്താൽ ദൈവം ഇന്ന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.